സർക്കാർ സംഘടിപ്പിക്കുന്ന അയ്യപ്പ ഭക്ത സംഗമവുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് തന്നെയാണ് അരുൺ കൊടുങ്ങൂർ ചേരുന്നുണ്ട്. അരുൺ, നാളെ ഈ സ്വാഗത സംഘം രൂപീകരിക്കുമ്പോൾ അവിടെ ഹൈന്ദവ സംഘടനകളെയും ശബരിമലയുമായി ബന്ധപ്പെട്ട കുടുംബങ്ങളെയോ വ്യക്തികളെയോ സ്ഥാപനങ്ങളെയോ പ്രസ്ഥാനങ്ങളെയോ ഒന്നും തന്നെ വിശ്വാസത്തിലെടുക്കാതെയുള്ള ഒരു സ്വാഗത സംഘ രൂപീകരണമാണ് നടക്കാൻ പോകുന്നത്. പൂർണ്ണമായും സർക്കാർ സ്പോൺസേഡ് പരിപാടി തന്നെയാണ് എന്നതിൽ ഒരു തർക്കവുമില്ല. ഇതിലെ ഉദ്ദേശശുദ്ധിയാണ് ഇപ്പോൾ വളരെ കൃത്യമായി ഹൈന്ദവ സംഘടനകൾ മുന്നോട്ട് വെക്കുന്നത്. വലിയ വിമർശനം ഇക്കാര്യത്തിൽ ഉയരുകയല്ലേ അരുൺ? തീർച്ചയായും മന്ത്രി വി എൻ വാസവൻ തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് 3000-ഓളം അയ്യപ്പ ഭക്തർ ഈ സംഗമത്തിൽ പങ്കെടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 3000 അയ്യപ്പ ഭക്തർ ആരൊക്കെ എന്നുള്ള ഒരു വലിയ ചോദ്യമുണ്ട്. എന്താണ് ഈ അയ്യപ്പ ഭക്തരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള കാരണം? എവിടെ നിന്നുള്ള അയ്യപ്പ ഭക്തരാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുക? പ്രധാനപ്പെട്ട ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ഇതുവരെയും ദേവസ്വം ബോർഡോ സർക്കാരോ ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. നേരത്തെ വിജി തമ്പി സൂചിപ്പിച്ച പോലെ തന്നെ ചില ആളുകൾ, പ്രത്യേകിച്ച് ബിന്ദു അമ്മണി അടക്കമുള്ള ആളുകൾ ഞങ്ങൾ ഈ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുമെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു. പക്ഷേ ആ വിഷയത്തിലും പൂർണ്ണമായും മൗനം പാലിക്കുകയാണ് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വലിയ വാർത്തയായി വലിയ വിമർശനമായി ഇപ്പോഴും ഈ വിഷയങ്ങളെയൊക്കെ തന്നെ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് വിമർശനങ്ങളൊന്നുമില്ലാതെ തന്നെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ദേവസ്വം ബോർഡും സർക്കാരും ഒക്കെ തന്നെ ഈ വിഷയത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആരൊക്കെ ഈ സംഗമത്തിൽ പങ്കെടുക്കും, എന്താണ് ഈ സംഗമത്തിന്റെ ലക്ഷ്യം, ഈ കാര്യങ്ങളൊക്കെ തന്നെ അടിവരയിട്ട് ആവർത്തിച്ച് പല തവണ ചോദിച്ചതാണ്. പക്ഷേ ഒരു തരത്തിലുള്ള മറുപടിയും പറയാൻ ദേവസ്വം ബോർഡ് തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് നാളെ അപ്രതീക്ഷിതമായി തന്നെ പെട്ടെന്ന് ഇത്തരത്തിൽ ഒരു സ്വാഗത സംഘ രൂപീകരണം നടത്തുവാൻ ദേവസ്വം ബോർഡും സർക്കാരും ഒക്കെ തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. ദേവസ്വം മന്ത്രിയുടെ അധ്യക്ഷതയിൽ തന്നെ ഈ യോഗം നടക്കുന്നു. പക്ഷേ ഹൈന്ദവ സംഘടനാ നേതാക്കളെ ഒന്നും തന്നെ ഈ വിഷയത്തിലേക്ക്, ഈ ഒരു യോഗത്തിലേക്ക് വിളിച്ചിട്ടില്ല. കൃത്യമായി അവർ ചോദിച്ച ചോദ്യങ്ങൾ അത് കൃത്യമായി തന്നെ പലതവണ എല്ലാ ഹൈന്ദവ സംഘടനകളും, ഹിന്ദു ഐക്യവേദി ആകട്ടെ, അതോടൊപ്പം തന്നെ വിശ്വ ഹിന്ദു പരിഷത്താകട്ടെ, അയ്യപ്പ സേവാ സമാജമാകട്ടെ, ഇവരൊക്കെ തന്നെ കൃത്യമായി തങ്ങളുടെ ആശങ്കകൾ, അതോടൊപ്പം തന്നെ തങ്ങളുടെ സംശയങ്ങൾ, തങ്ങളുടെ ആരോപണങ്ങൾ, അതോടൊപ്പം തന്നെ BJP നേതാവ് കുമ്മനം രാജശേഖരൻ അടക്കമുള്ള ആളുകൾ കൃത്യമായ ചോദ്യങ്ങൾ സർക്കാരിന് മുന്നിലേക്ക് ചോദിച്ചിരുന്നു. പക്ഷേ ഒരു തരത്തിലുള്ള ഉത്തരവും നൽകാൻ സർക്കാർ തയ്യാറാകുന്നില്ല.